നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ തോറ്റാൽ CPM-ൽ പിണറായിക്കെതിരെ കലാപമായിരിക്കും. എന്നാൽ നിലമ്പൂരിൽ UDF ജയിച്ചാലോ കോൺഗ്രസിലും കലാപം തുടങ്ങും. നിലമ്പൂരിൽ CPM തോറ്റാൽ പിണറായിക്കെതിരെ CPM-ൽ കലാപം. നിലമ്പൂരിൽ UDF വിജയിച്ചാൽ അത് കോൺഗ്രസിലും UDF-ലും മറ്റൊരു കലാപത്തിന് തിരികൊളുത്തും. VD സതീശൻ ഒരു ഭാഗത്തും കോൺഗ്രസ് നേതൃത്വം മറ്റൊരു ഭാഗത്തുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും പിന്നെ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിലമ്പൂരിലെ വിജയം VD സതീശനെ കൂടുതൽ ശക്തനാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം PV അൻവറിനെ തടഞ്ഞു നിർത്തി PV അൻവറിൻ്റെ ഒരു ഡിമാൻഡും അംഗീകരിക്കേണ്ട, പുറത്തു പോയിക്കൊള്ളൂ, ഞങ്ങൾ നടത്തിക്കോളാം, നിലമ്പൂരിലെ ഇലക്ഷനെന്നും നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ PV അൻവറിൻ്റെ സഹായമോ ഒത്താശയോ വേണ്ടെന്നും പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് VD സതീശൻ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചാൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചാൽ പിന്നെ VD സതീശനായിരിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിയാമക ശക്തിയാകാൻ പോകുന്നത്. അത് അംഗീകരിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം നേതാക്കൾ കോൺഗ്രസിലുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ള വലിയൊരു വിഭാഗം നേതാക്കൾ കടുത്ത സതീശൻ വിരുദ്ധരാണ്. ഒരു കാരണവശാലും സതീശനെ കളം പഠിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് KC വേണുഗോപാലും K സുധാകരനും അടക്കമുള്ളവർ. മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിയും യഥാർത്ഥത്തിൽ VD സതീശന് എതിരാണ്. PK കുഞ്ഞാലിക്കുട്ടിയെ വിശ്വാസത്തിലെടുക്കാതെ, കുഞ്ഞാലിക്കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കാതെയാണ് PV അൻവറിൻ്റെ സഹായം വേണ്ട, PV അൻവറിൻ്റെ വോട്ട് വേണ്ട എന്ന് നിലമ്പൂരിൽ VD സതീശൻ തീരുമാനിച്ചത്. അത് ലീഗിനും വലിയ നാണക്കേടായി. സാധാരണഗതിയിൽ നിലമ്പൂരിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ കോൺഗ്രസും UDF-ഉം എന്ത് തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിലും അത് പാണക്കാട് നിന്ന് തുല്യം ചാർത്തി വാങ്ങേണ്ട ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. ആ കീഴ്വഴക്കം VD സതീശൻ പൊളിച്ചു കളഞ്ഞുവെന്നാണ് മുസ്ലിം ലീഗിൻ്റെ പരാതി. മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ വലിയ സങ്കടത്തിലാണ്, വലിയ രോഷത്തിലാണ്. കാരണം താരതമ്യേന ജൂനിയറായ ഒരു UDF ചെയർമാൻ VD സതീശൻ, അദ്ദേഹം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ലീഗിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുകയും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കയ്യടി വാങ്ങുകയും ചെയ്തത് ലീഗിന് വലിയ അലോസരമാണ് ഉണ്ടാക്കിയത്. K കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കരുത്തരായ നേതാക്കളാരും ലീഗ് പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ലീഗ് പറയുന്നതിൻ്റെ അപ്പുറം പോയിട്ടില്ല. അവരെല്ലാവരും ലീഗിൻ്റെയും പാണക്കാട് തങ്ങന്മാരുടെയും വാക്കുകൾക്ക് വില കൊടുത്ത് അവർ പറയുന്നതിനനുസരിച്ചാണ് മലപ്പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റേതിരെ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം രൂപപ്പെടുത്തിയത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് കേരളത്തിന് ഏത് ഭാഗത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പായാലും പാണക്കാട് തങ്ങന്മാരുമായി സംസാരിച്ച ഒരു ധാരണയിലെത്തിയ ശേഷമേ തെരഞ്ഞെടുപ്പ് കാര്യപരിപാടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കാറുള്ളൂ. K കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം അങ്ങനെയായിരുന്നു. എന്നാൽ VD സതീശൻ അത്തരം ധാരണകൾ, അത്തരം കീഴ്വഴക്കങ്ങൾ പൊളിച്ചെഴുതിയിൽ ലീഗിന് വലിയ എതിർപ്പുണ്ട്, വലിയ രോഷമുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശനെതിരെ കോൺഗ്രസിൽ ഒരു കുറുമുന്നണി രൂപപ്പെടുകയാണെങ്കിൽ അതിനെ സഹായിക്കാൻ മുസ്ലിം ലീഗും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി തുടങ്ങിയവർ പലപ്പോഴും സതീശനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്.